ഹായ് ഓൾ അസ്സാം വലൈക്കും. നമുക്കൊന്ന് 1 kg വെയിറ്റ് വരുന്ന നട്ടി ബബിൾ കേക്കാണ് ചെയ്യാനുള്ളത്. അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് 4 മുട്ടൻ്റെ വെള്ളം മാത്രം എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. അതിൻ്റെ കൂടെ നമ്മളൊരു കപ്പ് പൊടിച്ച പഞ്ചസാരയും ചേർക്കേണ്ടത് കുറേശ്ശെ കുറേശ്ശെ. രണ്ട് ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കറക്റ്റ് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മതിക്ക് നമ്മൾ മാറ്റി വെച്ചില്ലേ 4 മുട്ടൻ്റെ മഞ്ഞ, അതും കൂടി ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിൽ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്യാം. ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ ടൈം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക, പിന്നെ ഓഫ് ചെയ്യാം. പൊടികൾ ചേർക്കേണ്ട ടൈം ക്യാമറ ഓഫ് ചെയ്തിട്ടാ, അതിനെ ശ്രദ്ധിച്ചില്ല. 1 കപ്പ് പൊടിച്ച പഞ്ചസാര എടുക്കുമ്പോൾ അതിന് 1 കപ്പ് മൈദപ്പൊടി തന്നെ എടുക്കണം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും, പിന്നെ ഒരു പിഞ്ച് ഉപ്പും 1 പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. 5 ഇഞ്ചിൻ്റെ ടിന്നാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ എടുക്കുക. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലാണ് 60 മിനിറ്റ് വെച്ചിട്ടാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അങ്ങനെ കേക്കൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് ബേക്കായി കിട്ടി. നമ്മൾ അതിന് 5 ലെയറായിട്ട് കട്ട് ചെയ്യുകയും ചെയ്ത്. ഫസ്റ്റ് ലെയറിൽ നമ്മൾ കേക്ക് വെച്ചതിന് ശേഷം ഉണ്ടല്ലോ, അത് വെറ്റിയാണ് സിറപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലും ബൂസ്റ്റും മിൽക്ക് മെയ്ഡും കൂടി മിക്സ് ചെയ്തൊരു സിറപ്പാണ്. പിന്നെ അതിൻ്റെ മേലെ നമ്മൾ ക്രീമിൽ ബൂസ്റ്റും കൂടി ആഡ് ചെയ്തിട്ടാണ് ഇടുന്നത്. പിന്നെ ഫില്ലിംഗ് ആയിട്ട് നമ്മൾ കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും നട്ട്സും കൂടിയാണ്. അതിട്ടതിന് ശേഷം നമ്മൾ ബൂസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ലെയർ ചെയ്ത പോലെ തന്നെ നമുക്ക് 5 ലെയറും ചെയ്തെടുക്കാം. അങ്ങനെ കേക്ക് ക്രം കോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രീസറിൽ ഒരു 10 മിനിറ്റ് സെറ്റാക്കാൻ വെച്ചിട്ടാണ്. അതിന് ശേഷം നമ്മൾ കേക്ക് ഐസിങ് ചെയ്യണം. നമുക്ക് തന്ന ഡിസൈൻ എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് ഗനാശ് കൊണ്ടുള്ള ഡിസൈനാണ്. മേലെ ട്രിപ്പ് കൊടുക്കുന്ന കേക്കൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ട്രിപ്പ് കൊടുക്കാൻ പറ്റുക. അതിന് വേണ്ടി നമ്മൾ ഫ്രീസറിൽ വെക്കുന്നുണ്ട്. വൈറ്റ് ചോക്ലേറ്റ് ഗനാശ് ഉണ്ടാക്കൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
1 കപ്പ് വൈറ്റ് ചോക്ലേറ്റും 1/2 കപ്പ് ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കലാണ്. ഇതിൽ കളർ ആഡ് ചെയ്യുന്നുണ്ട്. ലൈലാക്കിൻ്റെ കളറാണ് ആഡ് ചെയ്യുന്നത്. അവർ തന്നത് ആ കളർ ചെയ്യുന്നു. ഇത്രയും ലെങ്തായിട്ട് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഒരു വീഡിയോ എടുക്കണം തന്നെ. അപ്പം അതിൻ്റെ ടെൻഷൻ നല്ല ഉണ്ട്. വോയിസൊക്കെ കേട്ടില്ല, ഒരു ടെൻഷൻ പിടിച്ചൊരു വോയിസൊക്കെയാണ് എൻ്റെ. അപ്പം അതേ ശരിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ മറക്കല്ലിട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കല്ലിട്ടോ.